കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് തികഞ്ഞ അവഗണനയാണ്. വിശദമായി നോക്കാം പ്രധാന വാർത്തകളിൽ. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ലാതെ കേന്ദ്ര ബജറ്റ്. നികുതി ഇളവിനുള്ള പരിധി 12 ലക്ഷമായി തുടരും. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. പുതിയ നികുതി നിയമം ഏപ്രിൽ 1 മുതൽ. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി ഇളവ്. പ്രവാസികളുടെ ഓഹരി നിക്ഷേപത്തിന്റെ പരിധി ഉയർത്തി. ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും. കേന്ദ്ര ബജറ്റിലും കേരളത്തിന് അവഗണന. എയിംസുമില്ല, അതിവേഗ റെയിൽ പദ്ധതിയുമില്ല. തമിഴ്നാടിന് 2 റെയിൽ കോറിഡോറുകൾ. വിഴിഞ്ഞത്തെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. പുതിയ ദേശീയ ജലപാത പ്രഖ്യാപനത്തിലും കേരളമില്ല. റബ്ബർ മേഖലയെക്കുറിച്ചും മൗനം. കേരളത്തിന് പ്രതീക്ഷയായി ധാതു ഇടനാഴി പ്രഖ്യാപനം. കരിമണൽ മേഖലയ്ക്ക് പുത്തൻ സാധ്യത തുറന്നേക്കും. നാളികേര വികസന പദ്ധതിയിലും പ്രതീക്ഷ. കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകത്തിലും പ്രത്യേക കേന്ദ്രം. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി ഘടനയിൽ മാറ്റമില്ല. സംസ്ഥാനങ്ങൾക്ക് 41% തന്നെ. ബജറ്റിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓഹരി വിപണി. നിഫ്റ്റി 160 പോയിന്റും സെൻസെക്സ് 400 പോയിന്റും ഇടിഞ്ഞു. കോൺഫിഡന്റ് റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രാത്രി വൈകിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ പരിശോധന. റോയിയുടെ സംസ്കാരം വൈകിട്ട് ബംഗളൂരു ബനാർഘട്ടയിൽ. ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി നടത്തുന്ന നമ്മുടെ റൺ മാരത്തോൺ കൊച്ചിയിൽ 3500-ലേറെ പേർ പങ്കെടുത്തു. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സമാപനം. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ. നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലെന്ന ആരോപണം. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിൻ വീഡിയോ പുറത്തുവിട്ടതിൽ ബിജുവിന് പങ്കെന്ന സൂചന. വെളിപ്പെടുത്തൽ CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ റിൻഷാദിന്റെ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു. എന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെ നടുക്കി ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം. 80 പാക് സൈനികർ കൊല്ലപ്പെട്ടു. സർക്കാർ സ്വത്തുകൾ പിടിച്ചെടുത്തെന്ന് ബലൂച്ച് ആർമി. ഓപ്പറേഷൻ ഹെറോഫ് മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയെന്നും BLA. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 32 മരണം. നടന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണം. ഇസ്രയേൽ നടപടി ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്നാരോപിച്ചു. ബജറ്റിലും കേരളത്തിന് അവഗണന. ആദായ നികുതിയിൽ മാറ്റമില്ല. ആദായ നികുതി ഇളവിനുള്ള വരുമാന പരിധി 12 ലക്ഷമായി തുടരും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലും മാറ്റമില്ല. അതേസമയം വിദേശത്തുള്ള സ്വത്ത് വെളിപ്പെടുത്താത്തവർക്ക് 6 മാസം സമയം കൂടി അനുവദിച്ചു. 30% നികുതി അടച്ചോ പിഴയടച്ചോ കേസുകൾ ഒഴിവാക്കാം. വാഹനാപകട ഇൻഷുറൻസിൽ നിന്നുള്ള പലിശയ്ക്ക് നികുതി ഒഴിവാക്കി. പുതിയ നികുതി നിയമം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. Heightened uncertainty and disruption. Our government, led by Honorable Prime Minister Modi, has decisively and consistently chosen action over ambivalence, reform over rhetoric, and people over populism. We have pursued far-reaching structural reforms, fiscal prudence and monetary stability, whilst maintaining a strong thrust on public investment. Keeping Atmanirbharta as a lodestar, we have built domestic manufacturing capacity, energy security, and reduced critical import dependencies. Simultaneously, we have ensured that citizens benefit from every action of the government, undertaking reforms to support employment generation, agricultural productivity,
household purchasing power, and universal services to people. These measures have delivered a high growth rate of around 7% and helped us make substantial strides in poverty reduction and improvement in the lives of our people. Today, we face an external environment in which trade and multilateralism are imperiled and access to resources and supply chains are disrupted. New technologies are transforming production systems while sharply increasing demands on water, energy, and critical minerals. India will continue to take confident steps towards Viksit Bharat, balancing ambition with inclusion. As a growing economy with expanding trade and capital needs, India must also remain deeply integrated with global markets, exporting more and attracting stable long-term investment. As I begin part A, I want to express my gratitude to the people for standing firmly with us as we forge our way together towards becoming one of the largest economies of the world. Our aim is to transform aspiration into achievement and potential into performance as we ensure that the dividends of growth reach every farmer, the scheduled caste, the scheduled tribes, the nomads, the youth, the poor, and the women. In Viksit Bharat Young Leaders Dialogue 2026, 7 അതിവേഗ റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളമില്ല. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുഡി റൂട്ടിലാണ് പുതിയ ഇടനാഴി. കേരളം ഉൾപ്പെടാതിരുന്നപ്പോൾ കേരളം കേരളം എന്ന് വിളിച്ച് എംപിമാർ സഭയിൽ പ്രതിഷേധമറിയിച്ചു. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026 to address practical issues of small taxpayers like students, young professionals, tech employees, relocated NRIs, and such others. I propose to introduce a one-time 6-month foreign asset disclosure scheme for these taxpayers to disclose income or assets. 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ പാതകൾ പ്രവർത്തനക്ഷമമാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തീരദേശ ഷിപ്പിംഗിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി തീരദേശ ചരക്ക് പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. Operationalize 20 new national waterways over the next 5 years, starting with National Waterways 5 in Orissa to connect mineral-rich areas of Talcher and Angul and industrial centers like Kalinga Nagar to the ports of Paradeep and Dhamra. Training institutes will be set up as regional centers of excellence for development of required manpower for these waterways. This will benefit youth in the entire stretch of the waterways to train and acquire skills. ധാതുമേഖലയ്ക്കായി പ്രത്യേക ഇടനാഴി പ്രഖ്യാപിച്ച് ബജറ്റ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ധാതു ഇടനാഴി. വിഴിഞ്ഞം, ചവറ, കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിച്ച് റെയർ എർത്ത് കോറിഡോർ വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചിരുന്നു. A scheme for rare earth permanent magnets was launched in 2025 November. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. To enhance domestic chemical production and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model.
വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിനെ പ്രത്യേകം പരിഗണിക്കും എന്നതായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല എന്ന വലിയ നിരാശ കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഒപ്പം ഈ ആദായ നികുതി ഘടനയിൽ മാറ്റം വരുന്നില്ല എന്ന ഒരു സാഹചര്യവുമാണ് പ്രധാനമായും ഈ ബജറ്റിനെ നോക്കിക്കാണുമ്പോൾ കാണുന്നത്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ബംഗാളിനും തമിഴ്നാടിനും സ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് പ്രഖ്യാപിച്ചത് കടലാമ സംരക്ഷണമാണ്. എന്തായാലും കേരളത്തെ ആ തരത്തിൽ മാത്രമാണ് പരിഗണിച്ചിരിക്കുന്നത് കേന്ദ്ര ബജറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും തന്നെ തീരുമാനമുണ്ടായിട്ടില്ല. റെയിൽ കോറിഡോർ ആയാലും എയിംസ് ആയാലും പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആയാലും അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടിയുള്ള അനുബന്ധ പദ്ധതികളുടെ പ്രഖ്യാപനമൊക്കെ കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് കേരളത്തിന് നേട്ടം എന്ന് പറയാൻ കഴിയുന്നത് അപൂർവ ധാതു ഖനനത്തിന് വേണ്ടിയുള്ള ഒരു കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളവും ഒറീസയും ആന്ധ്രയും ഒക്കെയാണ് അങ്ങനെ ഈ അപൂർവ ധാതു ഖനനത്തിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. അതിൽ കേരളത്തിൻ്റെ നേട്ടമാവും എന്ന് പറയാം. അതോടൊപ്പം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളുണ്ട്. തേങ്ങ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ, ഗുണനിലവാരമുള്ള കശുവണ്ടി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ ചന്ദന കൃഷി വ്യാപിപ്പിക്കാനുള്ള പ്രഖ്യാപനം, ഇതൊക്കെ കേരളത്തിന് പരോക്ഷമായി നേട്ടം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തിലും കാർഷിക മേഖലയ്ക്കും ഇത് ലാഭം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിന് മാത്രമായി ഏതെങ്കിലും തരത്തിലുള്ള അത്തരം പ്രഖ്യാപനങ്ങളില്ല. ബജറ്റിനെ സംബന്ധിച്ച ഏറ്റവും എടുത്തു പറയാവുന്ന ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ട തമിഴ്നാട്ടിലെ 2 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകളാണ് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും. ചെന്നൈയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ, 2 സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിലെ 2 പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബംഗാളിൽ സിലിഗുരിയിലേക്കാണ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാളിനും അങ്ങനെ സിലിഗുരിയിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പദ്ധതിയാണ് ബംഗാളിനെ സംബന്ധിച്ച് എന്നും പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ച് അത് വലിയ പദ്ധതിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളെയൊക്കെ കാണുന്നത് എന്നതിൻ്റെ ഒരു പരോക്ഷ രാഷ്ട്രീയം കൂടി കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനങ്ങൾ. മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കേരളത്തെ സംബന്ധിച്ചുമൊക്കെ പൊതുവെ നേട്ടമാകുന്നത് ഈ ക്യാൻസർ രോഗികളുടെ മരുന്നിൻ്റെ വിലയിൽ കുറവുണ്ടായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നേട്ടമുണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, അതും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ IT മേഖലയ്ക്കൊക്കെ പൊതുവെ നേട്ടമുണ്ടാക്കുന്നതാണ്. ബയോഫാർമയ്ക്ക് 10,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ബയോഫാർമ മേഖലയിലൊക്കെ കേരളത്തിനും കൂടി മറ്റ് ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിന് കൂടി സവിശേഷമായ താല്പര്യമുള്ള ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി ദേശീയ ഫൈബർ പദ്ധതി വരുന്നു. ബഹിരാകാശ ഗവേഷണ മേഖലയിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയൊക്കെ ആസ്ഥാനം കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ടും അത്തരം പദ്ധതികളും പരോക്ഷമായി കേരളത്തിന് ഈ തരത്തിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് പ്രതീക്ഷയുള്ളത് 20 അതിവേഗ ജലപാതകൾ. ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. ശ്രീമതി നിർമ്മല സീതാരാമൻ വീട്ടിൽ കാണിച്ചിരിക്കുന്നു. അവർ വളരെ കാര്യമായിട്ട് എപ്പോഴും പറയുന്നത് വിശ്വാസികളെ പറ്റിയൊക്കെയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ, തീർത്ഥാടക സൗകര്യം, ഇതൊക്കെ പറയും. അതിനുവേണ്ടി മോദി ഗവൺമെൻറ് പിൽഗ്രിം ടൂറിസം നയമായി പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പിൽഗ്രിം കേന്ദ്രങ്ങളാണ് ശബരിമല, ഗുരുവായൂർ, വൈക്കം തുടങ്ങി തെക്കും വടക്കുമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിൽഗ്രിം സെൻറ്റേഴ്സ് കേരളത്തിൽ. ഗവൺമെൻറ് പറഞ്ഞ ഈ പിൽഗ്രിം ഇടനാഴികളിലൊന്നും കേരളം സ്ഥലം പിടിച്ചില്ല. ശബരി റെയിലില്ല, സൗകര്യങ്ങളൊന്നും പുതുതായിട്ടില്ല. കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും തീർത്ഥാടകരെയും പാടെ മറന്ന BJPയും കേന്ദ്ര ഗവൺമെൻറ്റും വോട്ടുകാരും വരുമ്പോൾ മാത്രം ദൈവങ്ങളെപ്പറ്റി പറയും. കേരളത്തിന് വേണ്ടി ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചില്ല അവരെ എനിക്കറിയുന്നില്ല. തീരദേശത്തിന് വേണ്ടി എന്താ അവർ ചെയ്യാൻ പോകണം, ഒരു വാക്കില്ല. ഫിഷറീസിനെ മെൻഷൻ ചെയ്തു, പക്ഷേ കേരള പറഞ്ഞില്ല. അതോ നമ്മളുടെ തീരദേശത്തെ സമുദ്രത്തിൻ്റെ മക്കളുടെ ജീവിതം സംരക്ഷിക്കാൻ അവരുടെ ലൈവ്ലിഹുഡ്സും ലൈവ്സും രണ്ടും അത്യാവശ്യമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഈ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടോയെന്നും കൂടി എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം വെറും ഫിഷറീസ് ഒരു സബ് ഹെഡിങ് പോലെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് നോക്കി നമുക്ക് അറിയേണ്ടി വരും എന്തായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ 15 വർഷമായി കാത്തിരിക്കുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അവർ വാഗ്ദാനമായിരുന്നു കേരളത്തിലുണ്ടാവുന്നത്. ഈ 12 വർഷമായിട്ട് ഒരു ആ വാഗ്ദാനം പൂർത്തിയായിട്ടില്ല. നേരെ മറിച്ച് ഇന്ന് അവർ പ്രഖ്യാപിക്കുന്ന 3 പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കുന്നു. എവിടെയാണ്? ഒരു വാക്കില്ല. അവരുടെ ജാംനഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്ട്രാ പൈസ കൊടുക്കുന്ന പ്രത്യേകിച്ച് പേര് വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ വരുമോ? എന്തുകൊണ്ട് വന്നുകൂടാ? അതും വലിയൊരു ഒരു ഡിസപ്പോയിൻമെൻ്റാണ്. പിന്നെ അവസാനത്തിൽ ഈ ഇന്ത്യ മൊത്തം ഒരു ചിന്ത കാണാൻ പോകുന്നത് ഈ ഫിസ്ക്കൽ ഡെവല്യൂഷൻ എന്ന് പറയില്ലേ, ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞിട്ട് 41% പിന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ 41% ഒരു മാറ്റമില്ല എന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് ഇപ്പോഴേ ഒരു പരാതിയുണ്ട്, നമുക്ക് പണം തികയുന്നില്ല. പിന്നെ ഇൻഫ്ലേഷനും വന്നിട്ട് ചിലവൊക്കെ കൂടുമ്പോൾ എവിടെ നിന്നാണ് പണം വരാൻ പോകുന്നത് കാര്യങ്ങൾ ചെയ്യാൻ? അപ്പോൾ ഒരു മലയാളിയായിട്ട് എനിക്ക് എന്താ സന്തുഷ്ടമാകാനുള്ളത്? എനിക്ക് തന്നെ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല ഇതിൽ. പിന്നെ മൊത്തത്തിൽ നമ്മളുടെ പിന്നെ മിഡിൽ ക്ലാസ് പ്രൊഫഷണൽസ്, എൻ്റെ പോലുള്ള എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സാലറി എടുത്ത് പ്രവർത്തിച്ച് ടാക്സ് കൊടുക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അപ്പോൾ മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും വല്ല ടാക്സ് റിലീഫ് വേണ്ടേ? അതും കണ്ടിട്ടില്ല. ഒരു വാക്കുണ്ടായിരുന്നില്ല അവരെക്കുറിച്ച്. അപ്പോൾ എന്തായിരുന്നു ഈ ബഡ്ജറ്റിൻ്റെ ഉദ്ദേശം എന്ന് ശരിക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു വലിയ ഹെഡ്ലൈൻ തരാത്തൊരു പ്രഭാഷണമായിരുന്നു നിർമ്മല സീതാരാമൻ്റെ ഈ തവണ. അതാണ് ഈ ഡോക്യുമെൻ്റ് നോക്കാൻ പോവുക തന്നെയാണ് ഈ ഉച്ചയ്ക്ക് അതല്ലേ പണി. ബിക്കോസ് ഈ പ്രഭാഷണം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു കാര്യമില്ല സന്തുഷ്ടമാവാൻ. ഇനി ഡോക്യുമെൻറ്റ്സ് വരെ കുറച്ചും കൂടി എൻകറേജിങ് ന്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്നോളജ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ആ ഡോക്യുമെൻ്റ് കാണാൻ പോകണം. അല്ല, ആ ഡോക്യുമെൻ്റ് കാണാതെ പറയാൻ പറ്റില്ല. പക്ഷെ പ്രഭാഷണത്തിൽ നമ്മൾ ഏത് പ്രതീക്ഷയും അവർ പൂർത്തിയാക്കിയില്ല. ഏതും ഞാൻ വിചാരിച്ചു ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കേരള, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി ഈ സംസ്ഥാനങ്ങളുടെ പേരുകൾ നമ്മൾ കുറേ കേൾക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രസംഗത്തിൽ എത്ര പ്രാവശ്യമാണ് ബീഹാറിൻ്റെ പേര് കേൾക്കേണ്ടി വന്നത്. പക്ഷേ ഈ തവണ അതുണ്ടായിരുന്നില്ല. അതും ഇതൊരു പ്രീ ഇലക്ഷൻ സ്പീച്ചും കൂടി പോയി തോന്നിയില്ല. അതുമാത്രമല്ല, അവർ കുറേ ടോപ്പിക്സ് പറഞ്ഞിട്ടും കൂടി എന്താണ് അതിൻ്റെ സ്പെസിഫിസിറ്റീസ് അവർ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളക്കാർക്ക് കുറച്ചും കൂടി സെൻട്രൽ അസിസ്റ്റൻസ് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. ഡോക്യുമെൻ്റ് നോക്കണം. ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല, നോക്കണം. ഇൻലാൻഡ് വാട്ടർവേസിന് അവർ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്ത് കിട്ടും അതറിയണം. അവർ കാഷ്നട്ടും കോക്കനട്ടിനെയും കുറിച്ച് സംസാരിച്ചു. അതിൽ പ്രത്യേകിച്ച് കേരളത്തിന് എന്താ തരാൻ പോകുന്നത്, ഏത് രീതി തരാൻ പോകുന്നത്. പിന്നെ ഹാൻഡ്ലൂം ക്ലസ്റ്റേഴ്സിൽ നമ്മളുടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാവുമോ? എൻ്റെ സ്വന്തം തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിൽ ഹാൻഡ്ലൂം മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കൈത്തറക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. അതിനുവേണ്ടി വല്ല ഒരു സഹായം വരുന്നുണ്ടോ? പിന്നെ ഈ ഏർബൻ ക്ലസ്റ്റേഴ്സ് അവർ തീരുമാനിക്കും പറഞ്ഞു. സെൻട്രൽ ഏർബൻ ക്ലസ്റ്റർ അതിനാണെങ്കിൽ നമ്മൾക്ക് നല്ല നഗരങ്ങളുണ്ടല്ലോ. കേരളത്തിൽ എത്രയാണ് നഗരങ്ങളുള്ളത്? അപ്പോൾ അങ്ങനെ നമ്മൾക്കൊരു ഏർബൻ ക്ലസ്റ്റർ ഉണ്ടാവുമോ? അറിയില്ല. അപ്പോൾ ഇത് ടു മെനി ക്വസ്റ്റ്യൻസ്. ഒരു ഡീറ്റെയിൽ തരാത്തൊരു പ്രസംഗമായ കാരണം നമുക്ക് ഈ ഡോക്യുമെൻ്റ് കണ്ട ശേഷമേ ഇതിനെല്ലാറ്റും കേരളം നിരാശ എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നില്ല ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണെന്ന്. പക്ഷേ ഇതുവരെ എനിക്ക് ഹാപ്പി ആവാൻ ഒരു കാര്യവും കിട്ടിയിട്ടില്ല എന്ന് സത്യമാണ്. അല്ല, അവർ പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഫിഷറീസിനൊക്കെ അവർ കുറച്ച് സ്പെഷ്യൽ സഹായം കൊടുക്കാൻ പോകേണ്ടത് അത് എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞ ശേഷം പറയാം. പക്ഷേ എക്സ്പോർട്ട് മൊത്തത്തിൽ പിന്നെ FTA EUവിൻ്റെ ഒപ്പം കൺക്ലൂഡ് ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്ക നമ്മളുടെ എല്ലാം വെച്ച് വലിയ മാർക്കറ്റ് ആയിരുന്നു. പക്ഷേ ആ മാർക്കറ്റ് നിങ്ങൾക്കറിയാമല്ലോ 50% ടാക്സ് വന്ന ശേഷം നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ശശി തരൂരിന്റെ പ്രതികരണമാണ് കണ്ടത്. തനിക്ക് ആശ്വാസം നൽകുന്നതൊന്നും കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇനി ഡീറ്റെയിൽസ് അറിയണം, അതിലെന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നതാണ് നോക്കുന്നത് എന്നതാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത്. ഒരു തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും ഒരു പരിഗണനയും ഉണ്ടായില്ല എന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയാണ് ശശി തരൂർ. നേരത്തെ ബിനോയ് വിശ്വവും അക്കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചത്. പിൽഗ്രിം സെന്ററുകൾ
ധാരാളമുള്ള കേരളത്തിൽ ആ വിധത്തിലുള്ള ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല എന്നതുൾപ്പെടെ ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നു. ബജറ്റിന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കിയിരിക്കുകയാണ് ഈ ബജറ്റ്. ആയുർവേദത്തിനായി എയിംസ് മാതൃകയിൽ 3 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്ന ബജറ്റിൽ പ്രഖ്യാപനം. ആയുഷ് ഫാർമസികളും ജാംനഗറിലെ ലോകാരോഗ്യ സംഘടനയുടെ പരമ്പരാഗത ഔഷധ കേന്ദ്രവും നവീകരിക്കുമെന്നും ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. 3 new All India Institutes of Ayurveda. 2. Upgrade Ayush pharmacies and drug testing labs for higher standards of certification ecosystem and make available more skilled personnel. 3. Upgrade the WHO Global Traditional Medicine Center in Jamnagar to bolster evidence-based research, training and awareness for traditional medicine. എയിംസ് മാതൃകയിൽ 3 സെന്ററുകളെന്ന് പറയുമ്പോഴും അത് എവിടെയൊക്കെ എന്നത് മെൻഷൻ ചെയ്തിട്ടില്ല. അതിൽ എന്തെങ്കിലും കേരളത്തിന് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. വനിതാ സംരംഭകർക്ക് ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനം. ഷീ മാർട്ടുകൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായാണ് പദ്ധതിയെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. She Marts for rural women-led enterprises. Building on the success of Lakpati Didi program, I propose to help women take the next step from credit-linked livelihoods to being owners of enterprises. Self-help entrepreneur, She Marts will be set up as community-owned retail outlets within the cluster-level federations through enhanced and innovative financing instruments. വികസിത ഭാരതത്തിനായി ബാങ്കിംഗ് മേഖലയിൽ സർക്കാർ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ധനമന്ത്രി. സമിതി മുഴുവൻ ബാങ്കിംഗ് സംവിധാനവും അവലോകനവും ചെയ്യുന്നതിനൊപ്പം രാജ്യത്തിന്റെ അടുത്ത ഘട്ട സാമ്പത്തിക വളർച്ചയ്ക്കായുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. I propose setting up a high-level committee on banking for Vikasit Bharat. High-level committee on banking for Vikasit Bharat to comprehensively review the sector and align it with India's next phase of growth while safeguarding financial stability, inclusion and consumer protection. വാചാടോപങ്ങൾക്ക് പകരം പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെടുന്നത്. ആഗോളതലത്തിലെ പ്രതിസന്ധികൾക്കിടയിലും GDP വളർച്ചാ നിരക്ക് 7.2% കൈവരിക്കാൻ ഈ നടപടി സഹായകമായതായും ധനമന്ത്രി പറഞ്ഞു. Our government, led by Honorable Prime Minister Modi, has decisively and consistently chosen action over ambivalence, reform over rhetoric, and people over populism. We have ensured that citizens benefit from every action of the government, undertaking reforms to support employment generation, agricultural productivity, household purchasing power, and universal services to people. These measures have delivered a high growth rate of around 7% and helped us make substantial strides in poverty reduction and improvement in the lives of our people. എന്തായാലും കേരളത്തിനൊപ്പം തന്നെ ദേശീയ തലത്തിലും വലിയ നിരാശയാണ് ഈ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് പൊതുവെയുള്ള സാഹചര്യം. ഓഹരി വിപണിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തിരിക്കുന്നു. ഓഹരി വിപണിയിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ബജറ്റ് പ്രഖ്യാപനം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഇടിവ് പ്രകടമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 800 പോയിന്റോളം ഇടിഞ്ഞിരിക്കുന്നു. നേരത്തെ 1000-ന് മുകളിലേക്ക് പോയതാണ്, പിന്നീട് ചെറിയ രീതിയിൽ തിരിച്ചു കയറി. വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണ്. ഓഹരി വിപണിയിൽ വലിയ നിരാശയാണ് ഈ ബജറ്റിലൂടെ പ്രതിഫലിക്കുന്നത്. ഏതാണ്ട് 800 പോയിന്റിനടുത്ത് ഇപ്പോൾ സെൻസെക്സ് ഇടിവ് രേഖപ്പെടുത്തുന്നു. നിഫ്റ്റിയിലും ഇടിവ്
എരിവ് രേഖപ്പെടുത്തുകയാണ്. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് വേണം മനസ്സിലാക്കാൻ, ഓഹരി വിപണിയിലെ ഈ ഇടിവിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ നിരാശ ഈ ബജറ്റ് പ്രഖ്യാപനം നൽകിയിരിക്കുന്നു. ഇനിയും എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ പോലും ആശങ്ക. നികുതിയുടെ കോമ്പൻസേഷൻ ഉൾപ്പെടെ ഉയർത്തണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നതാണ്. ആ ആവശ്യം ധനമന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ രീതിയിലൊന്നുമുള്ള ഒരു പരിഗണനയും കേരളത്തിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ വലിയ നിരാശ. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നേതാക്കൾ വലിയ നിരാശ പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഈ ബജറ്റിൽ ഇല്ല എങ്കിൽ ഇനി എപ്പോൾ എന്ന ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം BJP വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരിടാനൊരുങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും അത്തരം ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നത് വലിയ ആശങ്ക ഉണർത്തുന്നതാണ്. എന്താണ് വന്നിട്ടുള്ള പുതിയ പ്രതികരണങ്ങൾ? ഏത് രീതിയിലാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തെ കേരളം കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തമിഴ്നാടിനും ബംഗാളിനുമൊക്കെ ഹൈസ്പീഡ് കോറിഡോർ ഉണ്ടാകുമ്പോൾ കേരളത്തിന് കടലാമ സംരക്ഷണം. ആ തരത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തെയും മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെയും പരിഗണിച്ചിരിക്കുന്നത്. അവിടെ തന്നെ തമിഴ്നാടിനാണ് കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് 2 ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് ബാംഗ്ലൂരുവിലേക്കും ഒന്ന് ഹൈദരാബാദിലേക്കും. തമിഴ്നാട് ചെന്നൈയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 അയൽ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലേക്ക് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ദീർഘകാലമായി നൽകിയിരിക്കുന്ന പദ്ധതികൾ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. ബംഗാളിലേക്കും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വാരണാസിയിൽ നിന്ന് സിലിഗുരിയിലേക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പൂർണ്ണമായും ബംഗാളിന് തന്നെയാണ് അങ്ങനെ ഒരു വലിയ നേട്ടമുണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് നമ്മൾ ആലോചിച്ചാൽ കഴിഞ്ഞ വർഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആയിരുന്നു ഇതുപോലെ ബജറ്റ് നടന്നത്. അന്ന് ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉയർന്നു കേട്ട സംസ്ഥാനത്തിൻ്റെ പേര് ബീഹാർ എന്നുള്ളതായിരുന്നു. ബീഹാറിൻ്റെ പേര് 10ഓ 11ഓ തവണയാണ് അന്ന് എന്ന് പറഞ്ഞ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ബീഹാറിന് എത്രത്തോളം പ്രാധാന്യമാണ് അന്ന് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം ബംഗാളാണ്. രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. അത് കഴിഞ്ഞാൽ കേരളമാണ്, പിന്നീട് അസമാണ്. ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ച് മാത്രമാണ് അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായ എയിംസ്, കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി എയിംസ് വരും കേട്ടോ പല രീതിയിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്കടക്കം ഒരു മന്ത്രി ഒരിക്കലും പറയാൻ കഴിയാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടടക്കം വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതിപ്പോൾ കേരളീയർക്ക് തിരിച്ച് ആ മന്ത്രിയോടും എവിടെ എയിംസ് എന്ന് ആ മട്ടിൽ തന്നെ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവുമില്ല. ഈ NDA സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിന് എയിംസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രഖ്യാപനം ബജറ്റിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നതാണ്. അതിപ്പോൾ 10-11 വർഷം കഴിയുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഇക്കുറിയും ഉണ്ടായില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ എയിംസ് സ്ഥാപിതമായി കഴിഞ്ഞ് അവിടെയെല്ലാം പ്രവർത്തനം തുടങ്ങുകയോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുകയൊക്കെയാണ്. അപ്പോഴാണ് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യം ഇപ്പോഴും അംഗീകരിക്കാതിരിക്കുന്നത്. പിന്നീട് കേരളത്തിന് നേട്ടം എന്ന് പറയാൻ കഴിയുന്നത് കരിമണൽ മേഖലയിലാണ്. കരിമണൽ മേഖലയിൽ കേരളത്തെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോറിഡോർ ഇന്ത്യക്ക് വിഭാവനം ചെയ്യാൻ കഴിയില്ല. കാരണം കരിമണൽ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളവും ഒറീസയും ആന്ധ്രാപ്രദേശും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളൊക്കെ ഉദ്ദേശിച്ച് ഒരു കോറിഡോർ ഉണ്ടാക്കുമ്പോൾ അതിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ നേട്ടം കേരളത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊന്ന് കാർഷിക മേഖലയ്ക്ക് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളാണ്. അതിൻ്റെയൊക്കെ പരോക്ഷമായ നേട്ടം ഒരു പരിധിവരെയൊക്കെ കശുവണ്ടി മേഖലയുടെ പുരോഗതിക്കായിട്ടായാലും അല്ലെങ്കിൽ നാളികേര സംരക്ഷണ മേഖലയുടെ പുരോഗതിക്ക് നിർമ്മിച്ചതായാലും ചന്ദനം നട്ടുവളർത്താൻ വേണ്ടിയുള്ളതായാലും അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കേരളത്തിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നേട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ തീരദേശ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അതിൻ്റെ നേട്ടവും സ്വാഭാവികമായും ദീർഘമായ കടൽ തീരമുള്ള മത്സ്യബന്ധന മേഖല ശക്തമായ കേരളത്തിന് നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജലപാതകൾ 20 ജലപാതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ 20 ജലപാതകൾ വരുമെന്ന്. അതിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും പദ്ധതി ഉണ്ടോ എന്നത് തൽക്കാലം വ്യക്തമല്ല. ഇതുവരെ പുറത്തു വന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും പദ്ധതിയിൽ ഇനി ബജറ്റ് രേഖയ്ക്കകത്ത് ഏതൊക്കെയാണ് ഈ പദ്ധതികളെന്ന് വിശദമായി തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ബജറ്റ് രേഖ വിശദമായി പഠിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ അത് കൃത്യമായി പറയാൻ കഴിയൂ.
കഴിയും. എന്തായാലും ഈ നിലവിൽ ഇതുവരെ ഏതെങ്കിലും എംപിമാരോ ആരും അവർക്ക് ലഭ്യമായ കോപ്പികളിൽ നിന്ന് അങ്ങനെ ഒരു രേഖ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആരും ഇതുവരെ അങ്ങനെ കേരളത്തിൻ്റെ ഏതെങ്കിലും പദ്ധതി ഉൾപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ കഴിക്കാത്തത് ഇത് വളരെ വിശദമായ രേഖയാണ്. അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയൂ. അങ്ങനെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും തന്നെ അക്കാര്യത്തിൽ കേരളം ഈ ശബരി പാതയ്ക്കൊക്കെ ദീർഘകാലമായിട്ടുള്ള, അതും ഒരു 10-20 വർഷത്തിന് മേലായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യമാണ്. ശബരിമലയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ അവിടെ ആ തരത്തിലേക്ക് ഏതെങ്കിലും ഒരു പാതയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും അല്ലെങ്കിൽ അതിന് പണം നീക്കി വെക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും അങ്ങനെ ഒരു പ്രഖ്യാപനമോ പ്രതീക്ഷ ഉണ്ടായില്ല. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അത് വിഴിഞ്ഞം അദാനി പോർട്ടിന് കേന്ദ്ര സർക്കാർ എന്തായാലും പ്രത്യേക പരിഗണന നൽകും എന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വല്ലാതെ കുറഞ്ഞത് കാരണവും കേരളത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര നികുതിയിലെ വിഹിതം വല്ലാതെ കുറഞ്ഞതും കേരളത്തെ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പാക്കേജ് പ്രഖ്യാപനം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതും ഉണ്ടായില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിന് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേട്ടം എന്ന് പറയാൻ, ഇന്ത്യക്ക് പൊതുവേ പല മേഖലകളിൽ ഉണ്ടാകുന്ന നേട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ക്യാൻസർ മരുന്നിൻ്റെ വിലയിൽ കുറവുണ്ടാകുന്നു. സ്വാഭാവികമായും അത് കേരളത്തിലെ ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ കൂടി മറ്റ് 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകളുടെ വിലയിൽ നികുതിയിലൊക്കെ ഇളവ് തന്നെ അവർക്ക് നേട്ടമുണ്ടാകുമെന്ന് പറയാം. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ പോകുന്ന ആളുകൾക്ക് വിദേശ ടൂർ പാക്കേജിൻ്റെ TCSൽ 5% എന്നത് 2% കുറച്ചു. അപ്പോൾ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പാക്കേജ് ടൂറുകളൊക്കെ പോകുന്ന കൂടുതൽ ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെയുമൊക്കെ നേട്ടമുണ്ടായി എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് കേരളം എന്ന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJPയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി പരിഗണിക്കുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. അതേസമയം ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ടോ എന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഇതിനോടകം തന്നെ രാഷ്ട്രീയമായി വലിയ പ്രതികരണങ്ങൾ വരുന്നു. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ കേരളത്തെ വലിയ നിരാശയുണ്ടാക്കുന്നതാണ് ഈ ബജറ്റ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ശശി തരൂരും ആ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒന്നുമില്ല ഈ ബജറ്റിൽ പ്രതീക്ഷ നൽകുന്നത് ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ എന്നതാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത്. കിരൺ തുടരുന്നുണ്ട് നമുക്കൊപ്പം. കിരൺ, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വിഹിതം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൻ്റെ ബജറ്റ് കെട്ടിപ്പടുത്തത് എന്ന് നമുക്കറിയാം. വെറും 13,000 മാത്രം കിട്ടിയതിൽ നിന്നിൻ്റെ ഇരട്ടി പ്രതീക്ഷ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ബജറ്റാണ് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ആ പ്രതീക്ഷയ്ക്കുള്ള വകയില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണനകൾ കേരളത്തോടുണ്ടാകില്ല എന്നത് വ്യക്തമാവുകയാണ്. അപ്പോൾ 2 തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇത് സൃഷ്ടിക്കപ്പെടുമോ? കേരളത്തിൻ്റെ ബജറ്റ് പ്രതീക്ഷകൾ അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമാക്കി പ്രഖ്യാപിക്കപ്പെട്ടുള്ള പദ്ധതികളെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രേണുക, നമ്മൾ ഇന്ന് ബജറ്റിന് മുന്നോടിയായി തുടക്കത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 25 വർഷമായി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സംസ്ഥാന വിഹിതത്തിൽ വന്ന കുറവുകളെ സംബന്ധിച്ച് അത് ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് ഏകദേശം 3.9% നിന്ന് 25 വർഷം കഴിയുമ്പോൾ അത് 1.89% അത് കുറഞ്ഞിരിക്കുന്നു. ഗണ്യമായ ഒരു കുറവാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും അത്തരം നികുതി വിഹിതത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിൽ വർധനവുണ്ടാകുമ്പോൾ കേരളത്തിൽ കുറവുണ്ടാകുന്നു എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ 90-10 എന്നുള്ളതായിരുന്നു അതിന്റെ അനുപാതം. 90% പണം കേന്ദ്ര BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് 2026 ബഡ്ജറ്റ് ഇതുവരെ 11 ബഡ്ജറ്റ് അവതരിപ്പിച്ച നരേന്ദ്രമോദിജീൻ്റെ ഒരു പുതിയ ബഡ്ജറ്റാണ്. കഴിഞ്ഞ 11 കൊല്ലം അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി ലോകത്തിൻ്റെ 4ാം നമ്പർ ഇക്കോണമിയായി മാറ്റിയ ഒരു സർക്കാരാണ്. അതിൻ്റെ ഒരു മീഡിയം ടേമും ലോങ് ടേം ഇക്കണോമിക് സ്ട്രാറ്റജീൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്
ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജന ആണോ, ജൽജീവൻ മിഷൻ ആണോ, PM ആയുഷ്മാൻ ആണോ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? 2017 എയിംസ് വരും. എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസിഷൻ ചെയ്യാത്ത സർക്കാരാണ് ലെഫ്റ്റ് സർക്കാർ. PM ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് 70 വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ. PM ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ, അതിന് കാശ്, അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ ഇന്നും 6000 കോടി 32 ലക്ഷം വീട്ടിൽ ജൽജീവൻ മിഷൻ എത്തിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്ന് അല്ല പറയേണ്ടത്. ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് 5, 9, 8, 9 കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട 10 കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല, തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിന് സമയത്ത് ദുർപ്രചരണം ചെയ്യാനില്ല, വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലത്ത് NDA സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അല്ല, അത് അവർ അക്വിസിഷൻ അല്ല. നോക്കൂ, ഞാനിപ്പോൾ വിവാദത്തിൽ ഇത്രയും പ്രതീക്ഷയോടെ കേരളം ഇരുന്നിട്ട് കേന്ദ്ര ബജറ്റിൽ ഒരു പരാമർശമില്ല. ആകെ പറഞ്ഞത് ആമ പുനരധിവാസ കേന്ദ്രം അല്ല വളർത്തൽ കേന്ദ്രം. കേരളത്തിലെ നോക്കൂ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇന്ന് ഈ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടൂറിസം മേഖലയിലാണോ, സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ്ങിലാണോ, ഇലക്ട്രോണിക് കോമ്പണൻസ് മാനുഫാക്ചറിങ്ങിലാണോ, AI-യിലാണോ, കർഷക മേഖലയിലാണോ, ഇതെല്ലാം ഓൾ ഇന്ത്യ യുവാക്കൾക്ക് അവസരങ്ങളാണ്. പക്ഷേ അതിനെ നടപ്പിലാക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ കപ്പാസിറ്റി വേണം, കഴിവ് വേണം. നോക്ക്, ഈ മുദ്രാവാക്യവും സ്ലോഗൻസും എടുത്ത് നടക്കുന്ന സർക്കാരല്ല നരേന്ദ്രമോദിൻ്റെ സർക്കാർ. 11 കൊല്ലം ഇന്ത്യ എവിടെയായിരുന്നു? ഇന്ത്യ 11 കൊല്ലം മുമ്പേ ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് അതിൻ്റെ ഉറപ്പും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മുമ്പിലിരുന്നല്ലോ. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വികസനം നടക്കില്ല, അതൊരു ചർച്ച ആക്കണം, ഒരു ചർച്ചാ വിഷയം ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു വിവാദം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല, ഇതൊരു ചർച്ച ചെയ്യണം. അതിന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയൂ, ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിൻ്റെ ചർച്ച ചെയ്യണം. നോക്കൂ, എയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിവാദത്തിൽ കയറാൻ എനിക്കൊരു ആഗ്രഹമില്ല. നിങ്ങൾ എന്ത് ടെംപ്റ്റേഷൻ ചെന്നാലും എനിക്ക് ഒരു ആഗ്രഹമില്ല. എയിംസിൻ്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് അക്വിസിഷൻ കാലിക്കറ്റിൽ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല.
പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. അത് ചെയ്യട്ടെ, ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല ഈ സംസ്ഥാനത്തിൽ അല്ല എലക്ഷന് മുമ്പ് ഞാൻ കാര്യം പറയട്ടെ. അല്ല ഒരു ചോദ്യം ചോദിച്ചിട്ട് അല്ല ഓരോരോ ചോദ്യം ഓക്കെ. എന്നെ ബുൾഡോസ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. ഇരിക്കും, ഒരു മിനിറ്റ് സംസാരിക്കും. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ എജൻഡ സെറ്റ് ചെയ്യേണ്ട, ഞാൻ സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം തരിക. ഇതാണ് സിസ്റ്റം. ഒന്ന് ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ്, എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ റാപ്പിഡ് റെയിൽവേ ആണോ, ഹൈവേ ആണോ, എയിംസ് ആണോ, PM ആയുഷ്മാനാണോ, PM ആവാസ് ആണോ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം. ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ, കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണോ, സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആരെയാണ് പറ്റിക്കുന്നത്? ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ. അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെൻറ്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ, AKG സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് 75% സ്കൂള് സേഫാക്കാൻ കാശില്ല. എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ആരെയാണിത് പറ്റിക്കുന്നത്? അത് ശരിയാണ്. രാജീവ് ചന്ദ്രശേഖർ, ബജറ്റിന്റെ കുറിച്ചുള്ള വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മറുപടി പറയുകയായിരുന്നു, കേരളം അനുവദിച്ച പദ്ധതികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നൊരു ന്യായമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകർ എയിംസിനുൾപ്പെടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകുന്നു. അജണ്ട സെറ്റ് ചെയ്യേണ്ടതില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. പകുതി വഴിക്ക് വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് അദ്ദേഹം പോകുന്നതാണ് കാണുന്നത്. തന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ പണമില്ലാതെ കേരളത്തിന് തന്നിട്ടെന്തിനാണ് പദ്ധതികൾ എന്ന ഒരു ചോദ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥയാണോ അതോ നിരാശയാണോ പ്രകടമാക്കുന്നത് എന്നത് വ്യക്തമല്ല. കിരൺ ബാബു തുടരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കിരൺ, എന്താണ് BJP സംസ്ഥാന അധ്യക്ഷന് പല ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതെ പോകുന്നു? എൻ്റെ പൊട്ട മലയാളത്തിന്റെ പ്രശ്നമാണോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതെന്ന് ചോദിക്കുന്നു. BJP സംസ്ഥാന നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിലൂടെ കാണേണ്ടത്? രേണുക, അങ്ങനെ തന്നെ പറയേണ്ടി വരും. BJP സംസ്ഥാന അധ്യക്ഷന് ഈ ബജറ്റിന് ശേഷം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്തെങ്കിലും പറയാൻ കേന്ദ്ര സർക്കാർ കേരളത്തെ പരിഗണിച്ചു എന്ന് പറയാൻ എന്തെങ്കിലുമില്ല. അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, കേരളത്തിൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കേന്ദ്ര പദ്ധതികൾ കിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പണം എവിടുന്ന് കൊണ്ടുവരും? ആകാശത്തു നിന്ന് കൊണ്ടുവരുമോ? AKG സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരുമോ? ഇപ്പോൾ കേന്ദ്രം നടപ്പാക്കാൻ നിർദ്ദേശിച്ച പദ്ധതികൾക്കൊന്നും തന്നെ നടപ്പാക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ 5 ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ള മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴൊന്നും അദ്ദേഹം അതിനെ പുച്ഛിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. കേരള സർക്കാരിന് എന്തുകൊണ്ട് വികസനം പിന്നോട്ട് പോയി? ഡബിൾ എഞ്ചിൻ സർക്കാർ വരാത്തത് കൊണ്ടാണ്. പച്ചയ്ക്ക് പറഞ്ഞു വെച്ചത് ഇത്രയാണ്, കേരളത്തിൽ BJP അല്ല ഭരിക്കുന്നത്, അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പദ്ധതികൾ ഇവിടെ കിട്ടാത്തത്. എയിംസ് കിട്ടാത്തതിന് കാരണം എയിംസിന് വേണ്ടിയുള്ള സ്ഥലം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് എയിംസ് പ്രഖ്യാപിക്കാത്തത് എന്നുള്ള അതിവിചിത്രമായ ചില ന്യായങ്ങളൊക്കെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പൊട്ട മലയാളത്തെയാണോ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാവുന്നില്ല എന്ന മട്ടിൽ പറഞ്ഞിട്ട് പിന്നീട് അതിന് വിശദീകരണത്തിന് പോകാതെ വാർത്താ സമ്മേളനം തന്നെ ഇടയ്ക്ക് അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ കോർപ്പറേഷനിൽ BJPക്ക് ഒരു അധികാരം നൽകി, അത് ഗുജറാത്ത് മോഡലിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ജനങ്ങൾക്കെങ്കിലും അവിടുത്തെ ഒരു വികസനത്തിന് വേണ്ടി ഒരു പദ്ധതിയെങ്കിലും ഉണ്ടാവും. പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നതാണ്, ഇവിടെ വന്ന് പദ്ധതി രൂപരേഖയൊക്കെ വാങ്ങി മടങ്ങിപ്പോയതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ, പ്രധാനപ്പെട്ട പദ്ധതിയിൽ തിരുവനന്തപുരത്തെ കൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഒന്നും ഉണ്ടാവും, തിരുവനന്തപുരം എന്നൊരു വാക്കെങ്കിലും അതിൽ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നമുക്കറിയാം, ഈ ബഡ്ജറ്റുകൾ എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അതിന് NDAയുടെ കാലത്ത് മാത്രമല്ല UPയുടെ കാലത്തായാലും എല്ലാം അത് തെരഞ്ഞെടുപ്പുകളുമായി ഇത് രാജ്യത്തിൻ്റെ വരാൻ പോകുന്ന വർഷത്തെ സാമ്പത്തിക വികസനത്തിൻ്റെ, രാജ്യത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഒരു രൂപരേഖ എന്നൊക്കെ പറയുമ്പോഴും അത് ആത്യന്തികമായി
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിന് യാതൊരു സംശയവുമില്ല. ആര് പറഞ്ഞാലും അത് UPA കാലത്തായാലും അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തായാലും ഇപ്പോൾ NDA കാലത്തായാലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബീഹാർ പോലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ബീഹാറിൽ അധികാരം പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന് വേണ്ടിയുള്ള പദ്ധതികൾ, ബീഹാറിന് വേണ്ടിയുള്ള പ്രത്യേക പരാമർശങ്ങൾ, അങ്ങനെ 10-11 ഇടത്താണ് ബീഹാർ എന്നുള്ളത് പേര് ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് നിർമ്മലാ സീതാരാമൻ. അത്രത്തോളം വലിയ പരിഗണന, ഇപ്പോൾ 29 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റിന് മാത്രം 10-11 പേര് പറഞ്ഞു പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പരിഗണന ആ സംസ്ഥാനത്തിന് നൽകി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വലിയ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു പരിഗണന, എന്തായാലും കേരളത്തിന് അങ്ങനെ ഒരു പരിഗണന ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. തമിഴ്നാടിന് ഒരു ചെറിയ രീതിയിലുള്ള പരിഗണന, എന്നാലും ബീഹാറിന് നൽകിയ പരിഗണനയൊന്നും തമിഴ്നാടിന് ലഭിച്ചിട്ടില്ല, ബംഗാളിന് ലഭിച്ചിട്ടില്ല, അസമിനും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണ് രാഷ്ട്രീയമായി ഈ സംസ്ഥാനങ്ങളെ BJP കാണുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അങ്ങനെ ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങനെ വലിയ പദ്ധതികളൊന്നുമില്ല. തമിഴ്നാട്ടിൽ മാത്രമാണ് 2 പ്രധാനപ്പെട്ട റെയിൽ കോറിഡോർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതുമൊക്കെ. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ കേരളത്തിന് വേണ്ടി പ്രത്യേക പരിഗണന നൽകി എന്ന് പറയാൻ ഈ കടലാമ സംരക്ഷണം എന്ന് പറയുന്ന ഒരു പദ്ധതി മാത്രമാണ്. അത് കേരളത്തിൻ്റെ വികസനത്തിന് അതെങ്ങനെയാണ് കടലാമയെ സംരക്ഷിക്കുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലതാണ്. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിൽക്കാനും പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ ഇപ്പോൾ തന്നെ സാധാരണക്കാരായ മനുഷ്യരും ഒക്കെ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടവും ഒക്കെ ചേർന്ന് കടലാമകൾക്ക് സംരക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ട്. കടലാമകളുടെ മുട്ടകളൊന്നും ആരും എടുത്തുകൊണ്ട് പോകാതെ അതിനൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ഫണ്ടൊക്കെ തന്ന് അതിനുവേണ്ടി പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കുന്നെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷേ കേരളത്തിൻ്റെ ഒരു വികസനത്തിന് അത് ഏതെങ്കിലും തരത്തിൽ ഒരു മുതൽക്കൂട്ടാവും എന്ന് പറയാൻ കഴിയില്ല. മറ്റൊന്ന് മുതൽക്കൂട്ടാകാൻ സാധ്യതയുള്ള ഒന്ന് ഈ ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് റെയർ എർത്തിൻ്റെ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു കോറിഡോർ എന്നുള്ളതാണ്. അതിൽ കേരളത്തിന് ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കേരളം, ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ ചില തീരദേശ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ തരത്തിലേക്കുള്ള റെയർ എർത്തുകൾ ഉള്ളത്. ആ സംസ്ഥാനങ്ങൾക്കല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത്തരത്തിലേക്കുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതിൻ്റെ ഗുണം കേരളത്തിന് ഉണ്ടാകുമെന്ന് പറയാം. അതോടൊപ്പം തന്നെ നാളികേര കൃഷിയിൽ, അങ്ങനെ ഇന്ത്യയിലെ 1ാമതും 2ാമതും ഒന്നും അല്ല എങ്കിലും സജീവമായി നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ നാളികേര കൃഷിക്ക് നൽകുന്ന പൊതുവായ പദ്ധതികൾ കേരളത്തിന് ഗുണമുണ്ടാകാം. അതോടൊപ്പം തന്നെ കശുവണ്ടിയിലെ ഗുണനിലവാരമുള്ള കശുവണ്ടിയുടെ ഉൽപ്പാദനം, അത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇതര രാജ്യങ്ങളിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് അത് കേരളത്തിൽ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വിൽക്കുക, അതാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലായാലും എന്തായാലും ഒരു ഗുണം കേരളത്തിനും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ചന്ദനം വളർത്താൻ, കൂടുതലായി ചന്ദനം വളർത്തി പെട്ടെന്ന് വളർന്ന് ഈൽഡ് നൽകുന്ന ചന്ദനം വളർത്തി അത് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാനുള്ള പദ്ധതി, അതിലും കേരളത്തിലെ മറയൂർ ചന്ദനമൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗുണനിലവാരം കൂടിയ ചന്ദന മരങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ വ്യാപകമായ കൃഷിയൊക്കെ തുടങ്ങിയാൽ അതും കേരളത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണമുണ്ടാകുമെന്നൊക്കെ പറയാം. ഇങ്ങനെ പൊതുവായി ഇന്ത്യക്കാകെ ഗുണകരമാകുന്ന പദ്ധതികളിൽ വിദേശത്ത് മക്കൾ വിദേശത്ത് പഠിക്കുന്നവർക്ക് പണം അയച്ചു കൊടുക്കുന്നതിനുള്ള നികുതിയിൽ ഇളവ് നൽകുന്നു. അത് വലിയ നേട്ടമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം തന്നെയാണ്. കേരളവും പഞ്ചാബും ഒക്കെയാണ് അങ്ങനെ കൂടുതലായ ആളുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങനെ കൂടുതലായ ആളുകൾ വിദേശത്ത് മക്കളെ വിട്ട് പഠിപ്പിക്കുന്ന എണ്ണം കുറവാണ്. അത് കേരളത്തിന് നേട്ടമുണ്ടാകുന്ന ഒന്നാണ്. ക്യാൻസർ രോഗികളുടെ മരുന്ന്, അത് ഇന്ത്യക്ക് പൊതുവെ എല്ലാവർക്കും നേട്ടമുണ്ടാകുന്നത് പോലെ തന്നെ മലയാളികൾക്കും ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുടെ വിലയിൽ, ആ മരുന്നിൻ്റെ വിലയിൽ കുറവുണ്ടാകുന്നു. അപൂർവ രോഗങ്ങളുടെ മരുന്നിൻ്റെ വിലയിൽ കുറവുണ്ടാകുന്നു. അത്തരം നേട്ടങ്ങൾ ഒക്കെ കേരളത്തിനുമൊക്കെ ഉണ്ട്. അതുപോലെ വിദേശ ടൂർ പാക്കേജ് എടുത്ത് വിദേശ രാജ്യങ്ങൾ പോകുന്നു, അതിൻ്റെ എണ്ണത്തിലും താരതമ്യേന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ മലയാളികളുടെ എണ്ണം കൂടുതലാണ്. ആ മേഖലയിലൊക്കെ നികുതികൾക്കുമൊക്കെ നേട്ടമുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കോ കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങളോട്, എന്തിന് വിഴിഞ്ഞം തുറമുഖം, അദാനി പോർട്ടിന് പ്രത്യേകമായ ഒരു പരിഗണന എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രതീക്ഷ കേരളം ഉറച്ചു വിശ്വസിച്ചിരുന്നതാണ്. അവിടെ പോലും അങ്ങനെ ഒരു പരിഗണന ഇക്കുറി കേന്ദ്ര സർക്കാരിൽ നിന്നോ ബജറ്റിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. ശരി, രാജ്യത്തിന് എല്ലാവർക്കും കിട്ടുന്ന പരിഗണനയ്ക്കപ്പുറം പ്രത്യേകിച്ചൊന്നും കേരളത്തെ സംബന്ധിച്ച് ഇല്ല. കേരളത്തിന് ആവശ്യങ്ങൾ, ദീർഘകാല ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സാഹചര്യം. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഈ ബജറ്റിനെ നോക്കിക്കണ്ടതെങ്കിൽ വലിയ നിരാശ സമ്മാനിച്ചിരിക്കുന്നു ഈ ബജറ്റ്. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. CJ റോയിയുടെ സംസ്കാര ചടങ്ങ് ഉടൻ നടക്കും. നിലവിൽ ബനാർഘട്ടയിലെ നേച്ചേഴ്സ് കാസ്കേഡ് ലക്ഷറി റിസോർട്ടിൽ പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിവരെയാണ് അവിടെ പൊതുദർശനമുള്ളത്. തുടർന്ന് 2:30 കൽക്കരെ സെന്റ് ജോസഫ് പള്ളിയിൽ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കും. 3:30 മൃതദേഹം സംസ്കരിക്കും. കേസിൽ അന്വേഷണം തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി വൈകിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ പരിശോധന നടന്നിരുന്നു.
അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന വിവരം വരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇതുവരെ ഒരു വ്യക്തമായ പ്രതികരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവരെ ഉൾപ്പെടെ SIT ചോദ്യം ചെയ്തു എന്നതിന്റെ വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന സൂചനകൾ? രേണുക, കൊച്ചിയിൽ നിന്ന് 8 ഉദ്യോഗസ്ഥരാണ് ഈ സംഭവം നടന്ന ദിവസം ഈ അശോക നഗറിലുള്ള കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി എത്തിയിരുന്നത്. ഇതിൽ 2 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ജോയിൻറ്റ് ഡയറക്ടർ അടക്കം 2 പേരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. നിതിൻ, കൃഷ്ണപ്രസാദ് എന്നിവരെ ചോദ്യം ചെയ്തു. മറ്റ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെന്നാർഘട്ടയിൽ ഇപ്പോൾ നിലവിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള നേച്ചേഴ്സ് കാസ്കേഡ് ലക്ഷറി റിസോർട്ടിലാണ് ഈ പൊതുദർശനം പുരോഗമിക്കുന്നത്. CJ റോയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അവിടെ മൃതദേഹം സംസ്കരിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടെ മൃതദേഹം ബൗറിംഗ് ആശുപത്രിയിൽ നിന്ന് ഈ റിസോർട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ മുതൽ നിലവിൽ ഇപ്പോൾ ഈ സമയത്തും അവിടെ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ, അതുപോലെ സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെ വളരെയധികം ബന്ധങ്ങളുള്ള ആളായിരുന്നു CJ റോയ്. എന്നാൽ അതിൽ വളരെ ചുരുക്കം പേർ മാത്രമേ പൊതുദർശനത്തിന് എത്തിയിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഈ പൊതുദർശനത്തിന് എത്തിയിരുന്നു. അതുപോലെ തന്നെ നടനും പിന്നെ അവതാരകനുമൊക്കെ ആയ മിഥുൻ എത്തിയിരുന്നു. മറ്റ് രാഷ്ട്രീയ പ്രമുഖരൊന്നും ഇവിടേക്ക് എത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ വളരെ വൈകാതെ 3:30 മൃതദേഹം ഈ കാസ്കേഡ് റിസോർട്ടിൽ തന്നെ സംസ്കരിക്കും എന്നാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലെന്ന് വെളിപ്പെടുത്തൽ. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നിൽ ബിജു രാധാകൃഷ്ണന്റെ ഇടപെടൽ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെട്ട CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ റിൻഷാദാണ് ഇക്കാര്യം ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. നടൻ ദിലീപിന്റെ സഹോദരൻ 3 കോടി രൂപ നൽകുമെന്ന് ബിജു രാധാകൃഷ്ണൻ അറിയിച്ചതായും റിൻഷാദ് വെളിപ്പെടുത്തി. പോലീസ് റിൻഷാദിന്റെ മൊഴിയെടുത്തു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനെതിരായ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ റിൻഷാദാണ് നിർണായകമായ വെളിപ്പെടുത്തൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കേസിലെ പ്രതിയായ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം താനും ബിജു രാധാകൃഷ്ണനും സംസാരിച്ചുകൊണ്ടിരുന്ന മരടിലെ ഹോട്ടലിലേക്ക് എത്തി. ഈ സമയത്ത് നിഷ കെ പീറ്റർ, മാർട്ടിന്റെ അഭിഭാഷക, ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ചില കൂടിയാലോചനകൾ മാർട്ടിനുമായി ബിജു രാധാകൃഷ്ണൻ നടത്തി എന്നാണ് റിൻഷാദ് വെളിപ്പെടുത്തിയത്. ഇതിനുശേഷം കുമരകത്തെ ഒരു റിസോർട്ടിൽ വെച്ച് ദിലീപിന്റെ സഹോദരൻ, നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന ദിലീപിന്റെ സഹോദരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതിനുശേഷം 3 കോടിയോളം രൂപ ദിലീപിന്റെ സഹോദരൻ നൽകുമെന്ന് അറിയിച്ചു. മറ്റു ചില കാര്യങ്ങൾ കൂടി ബിജു രാധാകൃഷ്ണൻ സംസാരിച്ചുവെന്നും ന്യൂസ് 18നോട് റിൻഷാദ് വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രചരിച്ചത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലാണ് റിൻഷാദിന്റെ മൊഴി ശേഖരിക്കാനായി പോലീസ് വിളിപ്പിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ഈ അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഈ വീഡിയോ നിർമ്മിക്കുന്നതിനുള്ള ഗൂഢാലോചന ബിജു രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് നടന്നത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തന്നോട് അന്വേഷണ സംഘം ചോദിച്ചതെന്ന് റിൻഷാദ് പറയുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ തുടർന്ന് പുതിയ FIR ഇട്ട് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കണം, മൊഴി രേഖപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോലീസുകാർ എന്നെ വിളിക്കുകയും ഇന്ന് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും ചേർന്ന് തൃശ്ശൂർ ക്രൈം കമ്മീഷണർ ഓഫീസിൽ ഹാജരായി വിശദമായ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നടിയെ ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായ മാർട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് ആരുടെ സ്ക്രിപ്റ്റാണെന്നും അത് ആര് പറഞ്ഞിട്ടാണെന്നും അത് സ്ക്രിപ്റ്റ് മാർട്ടിൻ പറയുന്നതിന് മുമ്പ് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വിശദമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയും അവർ 2 മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ മൊഴി രേഖപ്പെടുത്തി, എൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല
ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളും അന്വേഷണത്തിനൊക്കെ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാലും പരിമിതികളുണ്ട്. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു, എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തുവിട്ടത്. പരാതിയുമായി ചിലർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGPക്ക് ഈ പരാതി കൈമാറിയിരുന്നു. തുടർന്ന് DGPയുടെ നിർദ്ദേശപ്രകാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി എടുക്കണമെന്ന് DGP ഉത്തരവിട്ടിരുന്നു. ഒപ്പം കടവന്ത്ര പോലീസിൽ നേരത്തെ പരാതി നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ കടവന്ത്ര പോലീസ് തയ്യാറായിരുന്നില്ല. FIR ഇടുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടില്ല. ഇതേ തുടർന്ന് പരാതിക്കാരനായ റിൻഷാദ് കോടതിയെ സമീപിക്കുകയും FIR ഇട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും സർക്കാർ തലത്തിൽ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ വന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ FIR ഇട്ട് ബിജുവിനെതിരായ CSR തട്ടിപ്പ് വളരെ വിശദമായി അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് ബിജുവിന്റെ തട്ടിപ്പിനിരയായത്. പലർക്കും ഈ പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സ്ഥാപനത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെടുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുള്ളതിനാൽ പരസ്യമായി പരാതി പറയാൻ രംഗത്ത് വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള അടക്കം ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുമ്പോൾ കൃത്യമായ മൊഴി നൽകുമെന്നാണ് ഇവരടക്കമുള്ളവർ പറയുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.